ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുടെ തൂക്കം കുറഞ്ഞതും അയ്യപ്പ സംഗമവും പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. സ്വർണ്ണപ്പാളിയുടെ തൂക്കം കുറഞ്ഞതിലെ ഹൈക്കോടതി വിമർശനമുയർത്തി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇന്നലെ KSU മാർച്ചിലുണ്ടായ സംഘർഷവും പ്രതിപക്ഷം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സലീം, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഉച്ചവരെയാണ് സഭയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് സഭയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്? അവരുടെ ആവനാഴിയിൽ ചില ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ഏത് രീതിയിൽ സർക്കാരിനെതിരെ പ്രയോഗിക്കാനാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. കഴിഞ്ഞ 3 ദിവസങ്ങളിലും പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം സർക്കാർ ചർച്ചയ്ക്കെടുത്തിരുന്നു. അത് സർക്കാർ പ്രതിപക്ഷം എന്തും കൊണ്ടുവരട്ടെ, നേരിടാമെന്നൊരു നിലയാണ് സർക്കാർ അതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചത്. അതിന് പ്രതിപക്ഷം വെക്കുന്ന ചെക്കാണ് ഇന്നത്തെ അടിയന്തര പ്രമേയം. ഇന്നത്തെ വിഷയം ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുടെ തൂക്കം കുറഞ്ഞതും അയ്യപ്പ സംഘവുമാണ് ഇന്ന് ശൂന്യവേളയിൽ ഉപക്ഷേപമായി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള ഉപക്ഷേപമായി പ്രതിപക്ഷം മുന്നിലേക്ക് വയ്ക്കുന്നത്. സർക്കാരിന് പരമാവധി അത് ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു ചിന്തയാണ് പ്രതിപക്ഷത്തിനുള്ളത്. കാരണം മറ്റു വിഷയങ്ങൾ പോലെയല്ല ഈ വിഷയം എന്നുള്ളത് കൊണ്ടും മുൻപ് ബാക്കി എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോൾ മുൻകാലങ്ങളിലെ UDF സർക്കാരിന്റെ കൂടി സ്ഥിതി വിലയിരുത്തിക്കൊണ്ടായിരുന്നു സർക്കാർ ആ വിഷയങ്ങളൊക്കെ സംസാരിച്ചത്. ആദ്യത്തെ പോലീസ് അക്രമമായാലും അതിന് പിന്നാലെ വന്ന ഇന്നലത്തെ ഈ സാധനങ്ങളുടെ വിലവർധനവായാലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻകാലങ്ങളിലെ കൂടി അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു സർക്കാർ അതിനെ നേരിട്ടത്. എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരിന് അങ്ങനെ ഒരു പ്രതിരോധം തീർക്കാൻ കഴിയില്ല. മാത്രമല്ല അയ്യപ്പ സംഗമം ഒരു സർക്കാർ പരിപാടിയല്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് തന്നെ പറയുന്നത്. അതിന് പിന്നാലെ ചില ബോർഡുകളൊക്കെ മുഖ്യമന്ത്രിയുടേതുൾപ്പെടെയുള്ള ചിത്രം വെച്ച ബോർഡുകൾ പലയിടങ്ങളിലും ഉയർന്നു പൊങ്ങുകയും ചെയ്തു. അതൊക്കെ വിവാദമാകുന്ന പശ്ചാത്തലത്തിൽ അതിന് ഏറ്റവും ഒടുവിലാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുടെ തൂക്കം കുറഞ്ഞതും അതിന് പിന്നാലെ ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട സർക്കാരിനെ വിമർശിച്ചതുമൊക്കെ പ്രതിപക്ഷത്തിന്റെ മുന്നിലുള്ളത്. ഈ വിഷയം ഉയർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്ന തന്ത്രമാണ് പ്രതിപക്ഷം ഇന്ന് സ്വീകരിക്കാൻ പോവുക. ഒപ്പം തന്നെ ഇന്നലെ KSU മാർച്ചിൽ തിരുവനന്തപുരത്ത് നടന്ന KSU മാർച്ചിൽ മണിക്കൂറുകളോളം സംഘർഷമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും സർക്കാർ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഒപ്പം സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതന അന്തരം കുറയ്ക്കാനുള്ള സർക്കാർ സ്വീകരിച്ച നടപടികളും ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകളും ചോദ്യോത്തരവേളയിൽ ചോദ്യമായി ഉയരുകയും ചെയ്യും. ഇന്ന് സ്വകാര്യ ബില്ലുകളാണ് സഭയുടെ പരിഗണനയിൽ വരിക. വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് സ്വകാര്യ ബില്ലുകൾ സഭ പരിഗണനയ്ക്കെടുക്കുക. ഒപ്പം ഇന്ന് ഉച്ചയോടുകൂടി സഭ പിരിയും. അതിന് പിന്നാലെ 29-ാം തീയതിയാകും പിന്നീട് സഭ സമ്മേളിക്കുക. 29, 30 തീയതികളിൽ സഭ സമ്മേളിച്ച ശേഷം സഭ വീണ്ടും പിരിയും. അതിന് പിന്നാലെ അടുത്ത മാസം 6 മുതൽ 10 വരെയാണ് സഭാ സമ്മേളനത്തിന്റെ അവസാന സെഷൻ. ക്രിസ്റ്റീന. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ആഗോള അയ്യപ്പ സംഗമവും അതുപോലെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവും സഭയിലേക്ക് കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.